ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീച്ചു. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞാക്കിന്ന് ക്ലാസ് ഉണ്ട്, എനിക്കിന്ന് ക്ലാസ് ഇല്ല. അപ്പം കുഞ്ഞാവരെ സൗണ്ട് കേട്ടിട്ട് ഞാൻ നേരത്തെ എണീച്ചു. ഓൾ രാവിലെ എണീച്ചാൽ ഈ അലമാര തുറക്കുന്ന സൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൗണ്ടും ഒക്കെ ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട ശീലമുണ്ട്. എൻ്റെ ചെവിട്ടത്ത് വന്നിട്ട് തന്നെ പാട്ടെല്ലാം വെക്കും. അത് കേട്ടിട്ട് ഞാൻ വേഗം എണീച്ചു പോയിന്ന്. നമ്മളെ വീട് കണ്ടം സൈഡായതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര തണുപ്പാണ്. ഇപ്പം മഴയും ആയതുകൊണ്ട് ഇതിനും നേരത്തെ എണീച്ചാലും മഞ്ഞെല്ലാം കാണാം കണ്ടത്തിൽ. അപ്പം അമ്മമ്മ രാവിലെ എണീച്ചാട് മുറ്റടിക്കും വിളക്കത്തിക്കാൻ വേണ്ടി. അമ്മമ്മ മുറ്റെല്ലാം അടിച്ച് ആ മാച്ചി അവിടെ കഴുകി വെക്കുകയെന്ന്. രാവിലെ ഫുള്ള് വീടും പരിസരമെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കും, അതുപോലെ നഖവും വൃത്തിയാക്കും. അതിന് ശേഷം വിളക്കെത്തിക്കും. അമ്മ ഇതാ ഉള്ളിൽ നിന്ന് അടിക്കുകയെന്ന്, അമ്മമ്മ പുറത്തും. രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ അപ്പുറമെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിന്. എനിക്കിഷ്ടമാണ് ഈ വെള്ളം കയറിയത് കാണാൻ. ഇപ്പോൾ ഈ ഒഴുക്കിലെല്ലാം കുഞ്ഞു കുഞ്ഞു മീനെ കാണാം. കണ്ണിച്ചാൻ എന്നാണ് നമ്മളിവിടുന്നെല്ലാം പറയല്. കുറേ ഉണ്ടാവും. അതുപോലെ തന്നെ കൈച്ചലുണ്ടാവും. കൈച്ചൽ അപ്പുറം വെല്ലച്ചൻ്റെ കിച്ചുവേട്ടൻ്റെ വീട്ടിൻ്റെ അപ്പുറം ഒരു കുണ്ടും വെള്ളമുണ്ട്. അതിലിഷ്ടം കണക്ക് മീനുണ്ട്, ആമയുണ്ട്, കൈച്ചലുണ്ട്. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വരും. ഒന്നൊന്നല്ല, ഇങ്ങനെ ചാകര പോലെ ഉണ്ടാവും. രാവിലെ തന്നെ നല്ല രസമാണ് ഇതെല്ലാം കണ്ട്. ഞാൻ പല്ല് തേക്കൽ എപ്പോൾ പുറത്തുനിന്നാണ്. രാവിലെ എനിക്കിതെല്ലാം കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ മീനെ നോക്കും, അതുപോലെ തന്നെ ചെടി നോക്കും, ഇത് എത്രത്തോളം വളർന്നു. പൂവ് നോക്കും, ഇന്നലെ വിരിഞ്ഞ പൂവ് ഇന്ന് വാടിയോ നോക്കും. എനിക്കങ്ങനെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ കിളികളെ സൗണ്ട് കേൾക്കാനും എനിക്ക് ഭയങ്കര, രാവിലെ തന്നെ അതൊരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. പിന്നെ ഉള്ളിൽ നിന്ന് പല്ലേക്കാൻ വെന പിടിച്ചുകൊണ്ട് പല്ലേക്കുമ്പോൾ വേഗം മടുപ്പ് വരും. പക്ഷെ പുറത്തിങ്ങനെ ഓരോന്ന് നിരീക്ഷിച്ച് ഇങ്ങനെ നടക്കുമ്പം അറിയാണ്ട് പല്ലിങ്ങനെ കുറേ നേരം തേച്ച് പോവും. അമ്മമ്മ രാവിലെ തന്നെ വിളക്കെത്തിക്കാൻ വേണ്ടി കിണ്ടിയെല്ലാം കഴുകി വെക്കുകയെന്ന്. ചില ദിവസങ്ങളിൽ അച്ഛനായിരിക്കും വിളക്ക് വെക്കുന്നത്, ചില ദിവസങ്ങളിൽ അമ്മയായിരിക്കും വിളക്ക് വെക്കുന്നത്. രാവിലെ ആരും എണീച്ച് കുളിച്ച് നിൽക്കുന്നത് അവരാണ് ഫസ്റ്റ് വിളക്കെത്തിക്കൽ. അധികം അച്ഛൻ തന്നെയാണ് നേരത്തെ എണീച്ച് ചൂടുവെള്ളമെല്ലാം വെച്ച് കുളിച്ച് വിളക്കെത്തിക്കും. ഇപ്പം പോയിട്ട് അച്ഛൻ എണീക്കൽ കുറച്ച് വൈകുന്നുണ്ട്. എന്താ വെച്ചാൽ തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. രാവിലെ ഭയങ്കര തണുപ്പാണ്. ചില ദിവസങ്ങളിൽ നമുക്കിങ്ങനെ തോന്നും, ഇന്ന് ഞാൻ വിളക്ക് വെക്കാം, കുറച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള സങ്കടമെല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ വിളക്ക് വെച്ചോളാം എന്ന് ഞാൻ പറയും. ഇന്ന് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഡേറ്റ് ആയിട്ട് എനിക്കിന്ന് 2, നമ്മുടെ അടുത്തെല്ലാം എന്ന് പറഞ്ഞാൽ 7-8 ദിവസം തന്നെ കഴിയണം പടിഞ്ഞാറ്റിൽ കയറാൻ. വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം അമ്മമ്മ ഇവിടെ നിന്ന് ഈ കത്തിക്കുന്നത്, നമ്മളെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം കുന്തിരിക്കം കത്തിക്കും. കുന്തിരിക്കം, സാമ്പ്രാണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കർപ്പൂരം. ഇതെല്ലാം ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. നമ്മളൊരു ഭയങ്കര പോസിറ്റീവാണ് ആ ഒരു സ്മെല്ല്. രാവിലെ അത് വീടുകളിൽ മണക്കുമ്പം അതിന് കുറേ പറയലുണ്ട്, നെഗറ്റിവിറ്റി പോവും, വീട്ടിൽ ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ പോവും. ഇതെല്ലാം പണ്ട് മുതലേ കേട്ട് വരുന്നതാണ്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് ആ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഒരു എനർജി തോന്നിയ പോലെ തോന്നും രാവിലെ തന്നെ. അതുകൊണ്ട് എൻ്റെ വീടുകളിൽ പണ്ട് മുതലേ ഇത് കത്തിക്കും. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുന്തിരിക്കം, സാമ്പ്രാണി, അങ്ങനെ കുറേ ഉണ്ട്, പിന്നെ കർപ്പൂരം, ഇതെല്ലാം കത്തിക്കും. അമ്മ രാവിലെ തന്നെ കുഞ്ഞാവയ്ക്ക് ഇന്ന് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞോളില്ലെങ്കിൽ അധികം കോളേജിൽ പോയാൽ കോളേജിൽ നിന്ന് തന്നെയാണ് കഴിക്കൽ, ഫുഡ് കൊണ്ടുപോയില്ല. അപ്പോൾ ഓൾ ഇന്ന് പറഞ്ഞു എനിക്ക് നെയ്ച്ചോറ് മതി, വീട്ടിൽ ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായി. അപ്പോൾ ഓൾ പറഞ്ഞു അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് മതി, ഞാൻ കോളേജിൽ പോയിട്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് നെയ്ച്ചോറാക്കി. അതാണ് കിച്ചുവേട്ടൻ്റെ വീട്. അതാ വെള്ള പെയിൻ്റ് അടിച്ചത്. ഇത് അപ്പുറത്തതില്ലത് കിച്ചുവേട്ടൻ്റെ തറവാട് വീട്. അതിനപ്പുറം ഇല്ല വൈറ്റ് പെയിൻ്റ് അടിച്ചത് കിച്ചുവേട്ടൻ്റെ വീട്. കിച്ചുവേട്ടനൊന്നും ഇപ്പോഴേ എണീക്കില്ല. രാത്രിക്ക് കിടക്കാൻ വൈകും, രാവിലെ എണീക്കാൻ വൈകും. അങ്ങനെ പത്രം ഇട്ടിട്ട് പോയിട്ടുണ്ട്. മെയിനായിട്ട് ന്യൂസ് നോക്കാൻ വന്നത്, ഇന്നലെ നമ്മളെ നാട്ടിലൊരു അമ്മയും കുഞ്ഞിയും വെള്ളത്തിലെടുത്ത് ചാടീനി. അപ്പോൾ അമ്മമ്മ രാവിലെ തന്നെ ആ ന്യൂസ് കണ്ടിട്ട് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് കണ്ടതിന് ശേഷം ഭയങ്കര സങ്കടം. ആ കുഞ്ഞിനെയും കൂടി എന്തിനു കൊന്നിനെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ആ വെള്ളത്തിനിടയിലുണ്ടായ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നാൽ അത്ര ആൾക്ക് മക്കളില്ലാണ്ടുണ്ടായിരിക്കും കൊടുത്തൂടെ ആ കുഞ്ഞിനെ. അത് കണ്ടിട്ട് എന്തോ ഒരു പോലെ ഭർത്തൃ പീഡനം എന്നാണ്. എത്ര സ്ഥലത്തല്ലേ ഇപ്പോൾ ഈ ഭർത്തൃ പീഡനം കേൾക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ കുഞ്ഞാലം പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നേ ഇല്ല, ഞാൻ ഇപ്പോഴേ കൈക്കൊല അറിയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇവളൊന്നും കല്യാണം കഴിക്കുന്നു. അമ്മ കുഞ്ഞാൾക്ക് കോളേജിൽ കൊണ്ടുപോകേണ്ട വെള്ളം കുപ്പി, അതുപോലെ തന്നെ ചോറ് എല്ലാം എടുത്ത് വയ്ക്കുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ഡേറ്റ് ആയിട്ടാണെന്നുള്ളത് 2. ഞാനില്ലെങ്കിൽ അധികം തുണിയാന്ന് വെക്കൽ. ഇപ്പം കുറച്ചായിട്ട്, അതായത് 4-5 വർഷത്തിനടുത്ത് പേഡ് തന്നെ യൂസാക്കൽ.
എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയ തുണിയാണ്, അതാണ് സുഖം. പിന്നെ ആകെയില്ല വേനാന്ന് തോന്നിയത് തന്നെ അത് വാഷ് ചെയ്യാൻ കുറച്ച് പണിയാണ്, നല്ല പണിയാണ്. കാരണം അത്രയും ബ്ലഡ് അതിലുണ്ടാവുമല്ലോ. അത് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പാഡ് യൂസ് ആക്കിയതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അസുഖങ്ങൾ വരുന്നെല്ലാം കേട്ടിട്ടുണ്ട് പാഡ്. പിന്നെ പാഡ് വെച്ചാലൊരു സുഖം എന്ന് പറയുന്നത് തന്നെ നമുക്കത് വാഷ് ചെയ്ത് കളയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു യൂസാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കവറിലെടുത്തിട്ടാൽ മതി. തുണി വെച്ചാൽ അങ്ങനെയല്ല, തുണി വെച്ചാൽ നമ്മൾ നല്ല വൃത്തിയിൽ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഈ ഒരു ലിപ്സ്റ്റിക് കണ്ട കുഞ്ഞാവ് അധികം ഇടുന്ന ലിപ്സ്റ്റിക്കാണിത്. ഇതന്നേരം ഞാൻ പയ്യന്നൂർ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഷോപ്പ് ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. നല്ല അടിപൊളി ഷെയ്ഡാണ്, ഒരു ബ്രൗൺ, ഓറഞ്ച്, റെഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ്. അതിൻ്റെ പേരും കാണുന്നില്ല, അതെല്ലാം നമ്മൾ യൂസാക്കി പേരെല്ലാം ഭംഗിപ്പോയി. നല്ല ഷെയ്ഡാണ്. എൻ്റെ കസിനെല്ലാം ഇത് കണ്ടിട്ട് ഇത് എഴുതുന്ന മേടിച്ച് ചോദിച്ചിട്ടുണ്ടായിനി. ഓക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൻ്റെ പേര് പോലും അതിലില്ല, പേരെല്ലാം ഭംഗിപ്പോയി. കണ്ട കളറ് നല്ല ഫേസ് നല്ല ബ്രൈറ്റായിട്ട് തോന്നി ഒരു ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത്. ഷോപ്പ് ശരിക്കും ആലോചിച്ചിട്ട് അത് എഴുതുന്നെന്ന് മേടിച്ചെന്ന് ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇടാം. നല്ല ലിപ്സ്റ്റിക് ആയതാ, എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ആക്കിയപ്പോൾ തന്നെ നോക്കിയേ. അങ്ങനെ കുഞ്ഞാവ മുടിയെല്ലാം കെട്ടി കോളേജിലേക്ക് പോയി. ഓൾ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പോലെയാണ്. പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. ഓളില്ല സമയത്ത് വർത്തമാനം പറയാൻ ആളായി, ഓളില്ലെങ്കിൽ ഭയങ്കര അവസ്ഥയാണ്. അങ്ങനെ അച്ചച്ചൻ എണീച്ച് പത്രമെല്ലാം വായിച്ചിടങ്ങനെ ഇരിക്കുകയെന്ന്. ഞാനിങ്ങനെ മുറ്റത്തേ നടക്കുമ്പോഴാണ് നമ്മളെ ഹനുമാൻ കിരീടം കണ്ടത്. ഹനുമാൻ കിരീടമെല്ലാം കാണുമ്പോഴാണ് ഓണം വരാനായില്ലേ എന്നുള്ളൊരു മൈൻഡ് വരുന്നത്. ഓണത്തിന് അധികം കിട്ടുന്ന പൂവാണിതാ. കുറേ പിടിക്കുന്നുണ്ട്, ഒന്ന് മാത്രമല്ല അപ്പുറം ഉണ്ടൊന്ന്. ഹനുമാൻ കിരീടം പിടിക്കുമ്പോൾ ഇങ്ങനെ കാട് പോലെ പിടിക്കും അല്ലേ? ഒന്നായിട്ടല്ല, ഞാൻ അധികം അടുത്തും കാണലുണ്ട്. പിടിക്കുമ്പം കാട് പോലെ പിടിക്കും. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി തലയിൽ എണ്ണ തേച്ച് എൻ്റെ ഹെയർ നല്ലോണം വളർന്നൂലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഞാൻ ലാസ്റ്റ് ഹെയർ വെട്ടിയത് ഷോൾഡറിൻ്റെ അത്രയും ആക്കിനി. ഇപ്പം ഒറ്റടിക്ക് വളർന്ന് എങ്ങനെയാണ് വളർന്നതെന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത്ര പോരെ മാസം കൊണ്ടാണ് എനിക്ക് ഒറ്റടിക്ക് ഇങ്ങനെ വളർന്നത്. എല്ലാവരും പറഞ്ഞിനി ഹെയർ വളർന്നു നല്ലോണമെന്ന്. എനിക്കില്ലെങ്കിൽ ഹെയർ ഇത്ര സ്പീഡ് വളരലേ ഇല്ല ഇങ്ങനെ സ്പീഡിൽ, മെല്ലെ വളരലുണ്ടായിട്ടും. പിന്നെ വെച്ചാൽ ഞാൻ ഹെയറിൽ അങ്ങനെ ഒന്നും ആക്കലുണ്ടായിട്ടാ, എപ്പെങ്കിലും താളി തേക്കുന്നല്ലാണ്ട് വേറെ ഒന്നും ആക്കലുണ്ടായിട്ടാ. ഇപ്പം ഇത്രയും വളർന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. പിന്നെ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഹെയറും വളർന്നു, കേളി ഹെയർ വന്നു. താഴെ സ്ട്രെയിറ്റും മുകളിൽ കേളിയുമായി. ഞാൻ വിചാരിക്കുന്ന ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം കുളിക്കുന്ന സമയത്ത് തല ഡെയിലി കുളിക്കൂല, തല ഒന്നരാടേ കുളിക്കൂലും. മേല് കഴുകുന്ന സമയത്ത് അധികം ഞാൻ മേത്ത് എണ്ണ തേക്കും. ഈ ഒരു കർക്കിടക മാസത്തിലെല്ലാം എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. നമ്മൾ മനസ്സിനും ശരീരത്തിന് കുളിർമ നൽകാനും എല്ലാം, നല്ല സ്കിന്ന് മിനുസാവാനും എല്ലാത്തിനും എണ്ണ നല്ലതാണ് തേക്കുന്നത്. ഞാൻ അധികം തേക്കലുണ്ട്. എൻ്റെത് പറഞ്ഞാൽ സ്കിന്ന് കയ്യിലല്ല, എൻ്റെ കാലിലെ സ്കിന്ന് പറഞ്ഞാൽ അച്ഛനില്ല ഒരു സ്കിന്നാണ്, അതായത് ഒരു ഡ്രൈ സ്കിന്നാണ് കാലിൻ്റെത്. എത്ര എണ്ണ തേച്ചാലും എണ്ണ പിടിക്കാത്ത പോലെ തോന്നും. ദേഹത്ത് മൊത്തം എണ്ണ തേച്ചാലും ഞാൻ ഫേസിൽ എണ്ണ തേക്കുന്നത് കുറവാണ്. എന്താ വെച്ചാൽ ഫേസിൽ എനിക്ക് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ ഓയിൽ കൂടി വരുമ്പം പിമ്പിൾസ് വരുന്നു. ചില സമയത്ത് തേക്കുവേ, എന്ന് പറഞ്ഞാൽ കുറേ ആയി ഫേസിൽ തേച്ചിട്ട്, അതുകൊണ്ട് സ്കിന്നൊരു ഡ്രൈ ആയ പോലെ തോന്നിയോണ്ട് ഫേസിൽ കുറച്ച് തേച്ചു. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ തേക്കില്ല. തേക്കുന്ന സമയത്ത് എനിക്ക് പിമ്പിൾസ് വരുന്ന പോലെ തോന്നും. കുഞ്ഞാവെന്ന് അങ്ങനെ എണ്ണ തേക്കൂല. ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനായാലും അമ്മയായാലും അച്ഛനും തേക്കൂല. അച്ഛനെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും അമ്മമ്മ പിടിച്ചിരുത്തി കൈക്കും കാലിനെല്ലാം തേച്ച് കൊടുക്കുന്ന ആളാണ്. കുഞ്ഞാവെന്ന് അങ്ങനെ തേക്കൂല. ഒക്കെ ഭയങ്കര ഒരു ഞെട്ടക്കട് പോലെയാണ്. അവൾ പറയും എനിക്ക് ഈ മേത്ത് എണ്ണ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല പറയും. പക്ഷെ എനിക്ക് ഈ തണുപ്പിലെ സമയത്തിൽ എണ്ണ തേച്ചാൽ തണുപ്പ് കുറയുന്ന പോലെ തോന്നും. ഇഷ്ടമാണ് എനിക്ക് എണ്ണ തേച്ച് കുളിച്ചാൽ എനിക്ക് നല്ല സുഖത്തിൽ ഉറക്കം കിട്ടും. എണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേത്ത് തേക്കുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വിചാരിച്ചു. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് മോശമാണ്. അങ്ങനെ നമ്മളധികം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വിടില്ല, സ്കിന്നിന് മോശമാണെന്ന് പറയും. സ്കിന്ന് പെട്ടെന്ന് ചുളി വരും ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ. പക്ഷെ ഇന്നത്തെ തണുപ്പ് കാരണം അമ്മ പറഞ്ഞു ചൂടുവെള്ളം എടുത്തോ, ചൂടുവെള്ളത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു. പിന്നെ കുറച്ച് അമ്മ ചൂടുവെള്ളം വെച്ചാറിട്ട് അമ്മ ചൂടുവെള്ളം വെച്ചെന്നു. അമ്മമ്മ ഈ രാവിലെ തന്നെ കീഞ്ഞിട്ട് പോകുന്നത്. അമ്മമ്മ തൊഴിലുറപ്പിന് പോലുണ്ട്. തൊഴിലുറപ്പ് എന്ന് അമ്മ പറയും. തൊഴിലുറപ്പിന് പോലുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മമ്മ ഏച്ചിയുണ്ട്, കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി രാവിലെ തന്നെ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി കീ ചെയ്യുന്നു. ഞാൻ അതിനിടയിൽ കയ്യിലും കാലിലും എണ്ണ തേച്ചു.
മേത്തും തേച്ചു, കുറച്ച് എണ്ണ പിടിക്കിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ചൊന്ന് എണ്ണ പിടിച്ചെന്ന് കണ്ടപ്പം ഞാൻ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പോയി. ഞാൻ തല കുളിച്ചിട്ടാണ്. തല കുളിക്കാത്ത എന്താ വെച്ചാലേ ഞാൻ എല്ലാ ദിവസവും തല കുളിക്കുകയില്ല. ഇന്നലെ കുളിച്ചിട്ടുണ്ടായിനി ഡേറ്റ് ആയ ദിവസം, പിന്നെ രാത്രിയിലും തല കുളിച്ചിട്ടുണ്ടായിനി. ഡെയിലി തല കുളിച്ചാൽ നമ്മളെ മുടി വേഗം പോകും. അതുകൊണ്ട് തല ഞാൻ കുളിക്കണ്ടെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ജട കളയൽ. ചീപ്പ് കൊണ്ട് വിളിക്കുമ്പോൾ എനിക്ക് ഹെയർ നല്ലോണം പോകുന്ന പോലെ തോന്നും. പിന്നെ ഈ തടിച്ച് ഇങ്ങനെ ഇടവിട്ടില്ല ചീപ്പില്ലേ, അതിനെക്കൊണ്ട് ചെയ്യുന്നത് നല്ല. ഞാൻ ഇപ്പം ഞാൻ അതിനെ കൊണ്ടാണ് ചീക്കൽ. അതിൽ മുടി അങ്ങനെ കൊഴിയൂല. ഈ അടുപ്പിച്ച് നിൽക്കുന്ന ചീപ്പിലാണ് ഭയങ്കരമായിട്ട് മുടി കൊഴിയൽ. ഇന്നെല്ലാവരും ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ചേ. വീട്ടിൽ നിന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാത്ത ഒരാളാണ് അമ്മ. അമ്മക്ക് ചൂടുവെള്ളം ശരിയാവുകയില്ല. ചൂടുവെള്ളം ഇഷ്ടമല്ല. അത്ര തണുപ്പുണ്ടെങ്കിൽ അമ്മ ചൂടുവെള്ളത്തിൽ കുളിക്കില്ല, പച്ചവെള്ളത്തിൽ തന്നെ. പക്ഷെ എനിക്കങ്ങനല്ല. എനിക്കൊരു ചെറിയ തണുപ്പ് പറ്റിയാൽ പോലും ചൂടുവെള്ളം വേണം. ഇപ്പം നല്ലോണം ഉണ്ടാ. പണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടാ. ഇപ്പം എനിക്ക് ചെറിയ തണുപ്പടിക്കുമ്പോൾ തന്നെ ചൂടുവെള്ളം വേണം തോന്നും. അങ്ങനെ കുളിച്ചെല്ലാം ശേഷം ഞാൻ ബോഡിയിൽ തേക്കുന്ന ലോഷനാണ് ഈ നിവ്യേൻ്റെ. നല്ല അടിപൊളിയാണ്, നല്ല എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രൈറ്റ് ആവുന്ന പോലെ തോന്നിയിട്ടില്ല, പക്ഷേ സ്കിന്ന് നല്ല മിനുസാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു സ്കിന്നിലുണ്ടാകുന്ന ഒരു പരുപരിപ്പില്ല, അതെല്ലാം മാറിയിട്ട് നല്ല മിനുസാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോയി. അരി പൊങ്ങിച്ചാന്ന് എനിക്ക് രാവിലെ ഇഷ്ടം. രാവിലെ നെയ്ച്ചോറ് കഴിച്ചാൽ ശരിയാവില്ല. ഇന്നെന്തോ നെയ്ച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം, അതുകൊണ്ട് നെയ്ച്ചോറിനെ അയച്ചു. നെയ്ച്ചോറും ചിക്കൻ കറി ഇന്നലെ ആക്കിയതാണ്, ഇന്നലെ രാത്രി ആക്കിയത്. എനിക്ക് ചിക്കൻ കറി ആയാലും സാമ്പാറായാലും എന്ത് കറിയും എനിക്ക് തലേന്നാളാക്കിയതാണ് ഇഷ്ടം. നമ്മ ഇന്നാന്നാക്കിയെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നാളെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി ടേസ്റ്റ് ഒന്ന് കൂടിയ പോലെ തോന്നും. പണ്ടെല്ലാം രാവിലെ എണീച്ചാടും. അന്നേരം ഈ ഫോണൊന്നും ഇല്ല. എനിക്കെല്ലാം ഫോണ് കിട്ടിയത് +2 എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അല്ല, +2 ഫോൺ മേടിച്ചെന്നിനെ അങ്ങനെ അധികം യൂസ് ആക്കാനൊന്നും തരലുണ്ടായിട്ടാ. എന്താ വെച്ചാൽ കൊറോണ സമയത്ത് നമുക്ക് ഫോൺ ആവശ്യമാണെന്നല്ല. അപ്പോൾ ഫോൺ മേടിച്ചിട്ടുണ്ടായിനി. അങ്ങനെ വലിയൊരു യൂസ് അത്യാവശ്യം തരും, വേഗം മേടിച്ച് നോക്കും. അങ്ങനെയാണ് കുഞ്ഞാക്കായാലും അതെ. ഓക്കെല്ലാം ഡിഗ്രിയുടെ സമയത്താണ് ഫോൺ മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് പണ്ട് രാവിലെ എണീച്ചാടും റിമോട്ടിന് വാശി പിടിക്കും. നമ്മൾ രാവിലെ എണീച്ചിട്ട് പറയണം ഇന്ന് ആരാന്ന് റിമോട്ട് പഠിക്കുന്നതെന്ന്. ഫസ്റ്റ് പറയുന്നവർക്ക് റിമോട്ട് കിട്ടും. ഞാൻ രാവിലെ എണീച്ചാടും ഞാൻ പറയും ഇന്ന് എനിക്ക് റിമോട്ട് വേണം. അപ്പം അന്നത്തെ ദിവസം എനക്കായിരിക്കും റിമോട്ട്. കുഞ്ഞാവെന്ന് എണീച്ചിട്ട് പറഞ്ഞെങ്കിൽ അന്നത്തെ ദിവസം ഓൾക്കായിരിക്കും റിമോട്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഏച്ചി അനിയത്തിമാരോ ഏട്ടനും അനിയന്മാരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് റിമോട്ടിന് വാശി പഠിക്കുന്നതല്ലോ. പണ്ടങ്ങനെ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ഫോണ് കിട്ടിയതിന് ശേഷം TV വലിയൊരു കാര്യമേ ഇല്ലാണ്ടായി. ഫോണ് അല്ലെങ്കിൽ ലാപ്പ്, TVനോട് വലിയൊരു കാര്യമില്ല. അതിനിടയിൽ അനീഷമ്മ വന്നിട്ടുണ്ടായിന്. അനീഷമ്മ ഷോപ്പിൽ പോലുണ്ട്. അനീഷമ്മ കിച്ചുവേട്ടൻ്റെ അമ്മ, എൻ്റെ വല്യമ്മയാണ്. അപ്പം അനീഷമ്മ പീരീഡ്സ് ആയിട്ടാണ് ഉണ്ടായത്. പീരീഡ്സ് ആയാൽ അനീഷമ്മ വെക്കുന്ന ചോറ് കിച്ചുവേട്ടനൊന്നും കഴിക്കാൻ പാടില്ല, അവർ തെയ്യം കിട്ടുന്നതാണല്ല. അപ്പോൾ അവരപ്പുറത്തുനിന്ന് വല്യമ്മരെ വീട്ടിൽ നിന്നാണ് കിച്ചുവേട്ടനെല്ലാം കഴിക്കൽ. അനീഷമ്മ കൊണ്ട് അനീഷമ്മക്കായിട്ട് വെക്കേണ്ട വിചാരിച്ചിട്ട് അനീഷമ്മ വീടിനെടുത്തു ചോറ്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാകുമ്പോൾ എനിക്ക് അലക്കാനുണ്ട്. ഞാൻ എൻ്റെത് മാത്രം അലക്കും, വേറെ ആരും അലക്കൂല, എൻ്റെത് മാത്രം. അതുകൊണ്ട് ചില സമയത്ത് അമ്മ അലക്കും, ചില ദിവസം ഞാൻ വീട്ടിലുള്ള ദിവസം ഞാൻ തന്നെ അലക്കും. എൻ്റെത് മാത്രമായതുകൊണ്ട് അത്രേ ഇല്ലു, കുറച്ചേ ഉണ്ടായിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റൻ്റെ ഒപ്പം ഇരുന്ന് സിനിമ കണ്ടു, കിലുക്കം. സിനിമയെല്ലാം കണ്ടതിന് ശേഷം ഒരു മഴ വന്നിന്, നല്ല മഴ. അതാ ഞാൻ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേക്കും നല്ല മഴ. ഇവിടെ ഭയങ്കര വഴുതിച്ചാന്ന്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കസിനുണ്ട് കുക്കു, ഓളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയപ്പോഴേക്കും നല്ല വഴുതൽ, നല്ലോണം വഴുതും മുകളിൽ. അങ്ങനെ മഴയെല്ലാം കണ്ട് താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്മയും പോലായി. അമ്മയും പോയി, കുഞ്ഞാവയും പോയി, അച്ഛനും പോയി, അമ്മമ്മയും പോയി. ലാസ്റ്റ് വീട്ടിൽ ഞാനും അച്ഛനും മാത്രമായി. എല്ലാവരും പോയിട്ടാകുമ്പോൾ എന്തോ ഒരു പോലെ ഒറ്റക്ക് തന്നെ ഇരിക്കണ്ട്, ആരോടും വർത്താനം പറയാണ്ട്. അച്ഛനുണ്ട്, ഇപ്പം അച്ഛനോട് പിന്നെ എത്ര നേരം വർത്താനം പറഞ്ഞിരിക്കൽ. അച്ഛനിടക്ക് മുകളിലേക്കെല്ലാം പോയി നടക്കും. ഞാൻ പിന്നെ ഒറ്റക്ക് തന്നെയല്ലേ വീട്ടിൽ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ലാപ്പിൽ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ എന്നറിയാക്കൽ ഡ്രസ്സ് ഇടും, പുതിയ ഡ്രസ്സ് ഇടും. പുതിയ ഡ്രസ്സ് വെച്ചാൽ എൻ്റെ ഇല്ല ഡ്രസ്സ് തന്നെ. ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്ത് കളിക്കും, കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ അഭിനയിച്ച് കളിക്കും, വർത്താനം പറയും, പാട്ട് വെച്ച് ഡാൻസ് കളിക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ പെൺപിള്ളേരും അങ്ങനെ. ആരില്ലെങ്കിൽ മയങ്ങിയിട്ട് കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കൽ, വർത്താനം പറയൽ, അഭിനയിക്കൽ. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ. നല്ലൊരു അറിവിൽ അധികം റീൽസെല്ലാം കണ്ടിട്ട് പെൺപിള്ളേർ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് അങ്ങനെയാണ്. അതിനിടയിൽ ലാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. ലാപ്പിലാണെങ്കിൽ ചാർജും കുറവാണ്.
പിന്നെ മടുപ്പ് പിടിച്ചു വന്നാക്കണ്ടപ്പോൾ ആ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഭ്രാന്തം പിടിക്കുന്നു. അങ്ങനെ ഞാൻ ചിത്രം വരച്ചു. എനിക്ക് ചിത്രം വരക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ അങ്ങനെ ഈ സ്കൂളില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഈ ചിത്രം വരച്ച് കളിക്കും. ഓരോ ചിത്രം നോക്കിയിട്ട് അത് നോക്കി വരക്കും. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. ഒറ്റയ്ക്ക് തന്നെ ഇരിക്കും. ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പാട്ടും കേട്ടിരിക്കും, ഡാൻസ് കളിക്കും, ചിത്രം വരച്ച് കളിക്കും, ലാപ്പ് നോക്കും. പക്ഷെ എല്ലാവരും വന്നാൽ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കും. ഞാൻ വിചാരിക്കുന്നത് എനിക്കിപ്പോൾ കുഞ്ഞാവി ഉണ്ടാവേണ്ട ഭാഗ്യമാണ്. എന്താ വെച്ചാൽ വർത്തമാനം പറയാൻ ഒരാളായി, വെറുതെ ഇരിക്കണ്ടല്ലോ. പക്ഷെ ഒറ്റ മക്കളില്ലവരെല്ലാം അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. അത് ഭയങ്കര അവസ്ഥയല്ലേ. ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ കളിക്കണം, ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. അച്ഛനോട് അമ്മയോട് എത്ര ആഴ്ച വർത്തമാനം പറയല്. അങ്ങനെ കുറച്ച് നേരം ചിത്രമെല്ലാം വരച്ചിങ്ങനെ വെറുതെ ഇരുന്ന് എനിക്ക് കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടായിനി. നോട്ടും കുറച്ചൊന്നും എഴുതി ഫുൾ കംപ്ലീറ്റ് ആയിട്ടാ. മടുപ്പ് വന്ന് പിന്നെ പുറത്തിരുന്നു. കുറച്ച് നേരം പുറത്ത് വെറുതെ ഇരുന്നു. അച്ഛൻ അതിനിടയിൽ മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിനി. അച്ഛനും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ ഇടയ്ക്കൊരു മഴയും വന്നിനി. എനിക്ക് പിന്നെ ഉള്ളിലിരിക്കാൻ ഭയങ്കര പേടിയായി. ഭയങ്കര ഇരുട്ട്, കറണ്ടും ഇല്ല, ഇരുട്ട്. അപ്പുറമാണെങ്കിൽ വലിയമ്മയുടെ വീട്ടിലൊന്നും ആരുമില്ല. ഏട്ടൻ്റെ വൈഫെല്ലാം ഏച്ചിയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയിനി. എന്തോ ഒരു പോലറ്റൊക്കെ തന്നെ ഇരുന്ന് കുറേ നേരം. ഞാനാണെങ്കിൽ ഉള്ളിലിരുന്ന് നല്ലോണം പേടിച്ച്, ഇരുട്ടായതുകൊണ്ട് അതുകൊണ്ട് പുറത്ത് തന്നെ ഇരുന്ന്. അച്ഛൻ മത്തിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ 2 മത്തി എനക്കും അച്ഛനും മാത്രം പൊരിച്ചു. ബാക്കി മത്തി രാത്രിത്തേക്ക് വെച്ചു. 2 മാത്രമേ പൊരിച്ചിട്ടുണ്ടായിട്ടു. അത്രേ തിന്നൂലും. ഇപ്പം ഞാനായാലും അച്ഛനായാലും അത്രയേ തിന്നൂലും. അച്ഛനും ചോറ് വയ്ക്കുന്നത് നന്ന കുറവാണ്. അതിന് എണറും ഉണ്ടായിരുന്നു. എനിക്ക് മത്തീൻ്റെ എണറ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മീനെല്ലാം പൊരിച്ച് അച്ഛനും ചോറെടുത്ത് കൊടുത്തു. പരിപ്പ് കറിയാണ് വീട്ടിലാക്കിയിട്ടുണ്ടായത്. പയറ് വറവ്, പരിപ്പ് കറി. അതിനിടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജും ഉണ്ടായിട്ടാണ്. ഞാൻ വിചാരിച്ച് വയ്യ ചോറൊക്കെ കഴിച്ചാൽ എനിക്ക് ഇപ്പോഴേ വിശക്കൂല. അച്ഛന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട്. ഇതാ ലാപ്പ് നോക്കിക്കൊണ്ട് അങ്ങനെ ഉറങ്ങി. ലാപ്പെല്ലാം ഇപ്പം നല്ല വൃത്തിക്ക് ഒറ്റക്കന്നെ എടുത്ത് യൂട്യൂബ് ചാനലെല്ലാം വെക്കും. പണ്ടെന്ന് അറിയുന്നുണ്ടായിട്ട് ഇപ്പം ഒറ്റക്കന്നെ എടുക്കും. അതിനിടയിൽ കുഞ്ഞാക്കിന്ന് നേരത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിനി. ക്ലാസ് ഉണ്ടായിട്ടാ. അതുകൊണ്ട് ഓള് നേരത്തെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാനും ചോറ് കഴിച്ചു. ചിക്കൻ കറിയും ഉണ്ടായിട്ടോ. എനിക്ക് പറയാൻ വിട്ടു നേരത്തെ. മത്തി പൊരിച്ചത്, പയറ് വറവ്, ചിക്കൻ കറി, പരിപ്പ് കറി. പിന്നെ ഞാൻ തൈര് ഇങ്ങനെ ഉപ്പും പറങ്കി ഇട്ടിട്ട് ആക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര്. എനിക്ക് ചോറിന് എന്തായാലും പുളി വേണം. ഒന്നിക്കൽ അച്ചാർ, അല്ലെങ്കിൽ ഉപ്പിലിട്ടത്, അല്ലെങ്കിൽ തൈര്. ഇതെന്തും കഴിച്ച് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങിയില്ല ചോറ്. രാവിലെ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിട്ട്. ഞാൻ രാവിലെ കഴിക്കുന്നത് കുറവാണ്. രാവിലെ വിശപ്പേ ഉണ്ടാവില്ല. പക്ഷെ ഒരു 11 മണി 11:30 എല്ലാം ആകുമ്പോഴേക്കും നല്ല വിശപ്പ് വരും. ഞാൻ ചോറെല്ലാം വെച്ച് കുറച്ച് കഴിഞ്ഞാകുമ്പോൾ അലൈക്കും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ടാടോള് വേഗം ഓളെ വീട്ടിൽ ബാഗും വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ വന്നാടും പറയുന്നത് മണിക്കൊരു സർപ്രൈസ് ഉണ്ട് എൻ്റെ കയ്യിൽ മുട്ടിക്ക്. അപ്പോൾ ഞാൻ മുട്ടിച്ചപ്പോൾ എനിക്കൊരു മുട്ടായി കിട്ടിയതാ. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു എന്ത് കിട്ടിയാലും വേഗം കൊണ്ടുതരും. പിന്നെ അതെനിക്കാണ് ഇതാ പെയിൻറ്റും. ഓൾക്ക് അറിയാനൊക്കെ ഈ ചിത്രം വരക്കുന്നതും അതുപോലെ മേക്കപ്പ് സെറ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓൾക്ക് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം എനക്കും കൊണ്ടുതരും. എൻ്റെ ബർത്ത്ഡേക്ക് ഓൾക്ക് തന്ന ഗിഫ്റ്റ് തന്നെ കണ്ടിട്ട് ലിപ്സ്റ്റിക്ക്. ഓൾക്ക് അറിയാനൊക്കെ ഇങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കുറച്ച് നേരം എൻ്റെ അപ്പുറം കളിച്ചിട്ട് പിന്നെ അമ്മയുടെ ഒക്കെ പോയി പറയലേ, അമ്മായി എനിക്ക് വിശക്കുന്നത് എന്തെങ്കിലും തിന്നാനെടുത്താണ്. അമ്മേൻ്റെ നെയ്ച്ചോറ് എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ ചിത്രം വരയ്ക്കുന്നത് നോക്കിയിരുന്നിട്ട് രണ്ടാളെതായിട്ട് നെയ്ച്ചോറ് തിന്നേന്ന്. എനിക്ക് നെയ്ച്ചോറിൽ ഒരൊറ്റ നേരെ കഴിക്കാനാവില്ല, അധികമാവില്ല. രാവിലെ കഴിച്ചു, പിന്നെ ഞാൻ കഴിച്ചിട്ട. അവർ രണ്ടാളും നെയ്ച്ചോറ് കഴിച്ചു. ഞാൻ നേരെ അമ്മ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പഴംപൊരിയും പരിപ്പുവടയും. ഞാൻ നേരെ അത് കഴിക്കാൻ വേണ്ടി പോയി. അലയും കുഞ്ഞ് ഏത് നേരെ കീരിയും പാമ്പുമാണ്. രണ്ടാളും ഒരുമിച്ച് നിന്നാൽ കുളക്കേയില്ല. അല്ല ഇപ്പോൾ ഈ കുഞ്ഞാരം മെക്കിട്ട് കയറുന്ന എന്താ വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിന് രണ്ടാളും വാശിയാണ്. ഈ ഒരു ഗ്ലാസ് ഒറ്റൊന്നേ ഇല്ലും. അത് കുഞ്ഞാവക്കും ആ ഗ്ലാസ് തന്നെ വേണം, അലയ്ക്കും ആ ഗ്ലാസ് തന്നെ വേണം. അത് കണ്ടതിന് ശേഷം അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ ഗ്ലാസ് എന്തിന് കുഞ്ഞിന് കൊടുത്ത് പറഞ്ഞിട്ട് അമ്മേനെ കുറേ ചീത്ത പറഞ്ഞു. അമ്മ എനിക്ക് പറഞ്ഞു എന്നാൽ പിന്നെ ആ ഗ്ലാസ് തന്നേ ഓക്ക് അതിൽ തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അത് കുഞ്ഞാളുടെ നിന്ന് മേടിച്ചു. അമ്മയല്ലേ അവളെ വാശിക്കനുസരിച്ച് നിൽക്കും. വാശിക്കനുസരിച്ച് നിന്നാൽ അവിടെ ഭയങ്കര വാലക്കളിയായിരിക്കും. അതാ കുഞ്ഞാനെ കുറേ തച്ചിട്ട് ലാസ്റ്റ് ആ ഗ്ലാസ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ട് അമ്മമ്മ വിറകെല്ലാം എടുത്ത് വെക്കുന്നത്. ഞാനെൻ്റെ അമ്മമ്മയോട് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വിറക് എടുത്ത് വെക്കാൻ വേണ്ടി കൂടുമ്പോൾ അമ്മമ്മ പറഞ്ഞു വേണ്ട അത്രയല്ലേ ഇല്ലു, അമ്മമ്മേനെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ എടുത്ത് വെക്കും ഇതെല്ലാം. അച്ഛൻ പിന്നെ കുളിച്ചുകൊണ്ടൊരു എന്തോ ഒരു പോലെ. അതുകൊണ്ട് അമ്മമ്മ തന്നെ എല്ലാം എടുത്ത് വെച്ചു. അത്രയേ ഇല്ലും, കുറേ ഉണ്ടായിട്ടാണ്.
അങ്ങനെ ഞാൻ വേഗം ചായ അടിക്കാൻ വേണ്ടി പോയി. അമ്മ വരുമ്പം പഴംപൊരിയും പരിപ്പുവടയും മേടിച്ചിട്ടുണ്ടായിന്. ഞാനും അമ്മയും പഴംപൊരിയും പരിപ്പുവടയും തന്നു. കുഞ്ഞാവിനെ നെയ്ച്ചോറ് എനിക്ക് വയറ് ഫുള്ളായതുകൊണ്ട് ഓള് കഴിച്ചിട്ടാണ്. എനക്കും വലിയ ഇഷ്ടമൊന്നുമല്ല ഇത്. എന്താ വെച്ചാൽ ഭയങ്കര എണ്ണ. എനിക്ക് ഓവർ എണ്ണ ഉണ്ടായാലും പിടിക്കുകയില്ല. ലൈറ്റായിട്ടുള്ള എണ്ണയൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ദോശക്കായാലും ഞാൻ അമ്മയോട് പറയാം എനിക്ക് ഓവർ എണ്ണ വേണ്ട, ഒരു സൈഡ് മാത്രം എണ്ണ ആക്കിയാൽ മതി പറയും. ഇവിടെ 2 സൈഡ് എണ്ണയാക്കും, ഒരു സൈഡ് മാത്രം ആക്കിയാൽ മതി പറയും. എണ്ണ എനിക്ക് ശരിയാവലേ ഇല്ല. പെട്ടെന്ന് ഛർദ്ദിക്കാൻ മുട്ടുന്ന പോലെ തോന്നും എണ്ണ അധികം ആകുമ്പോൾ. അച്ഛനും അങ്ങനെ, അച്ഛനും എണ്ണ അധികം ശരിയാവില്ല. അങ്ങനെ ചായ ഒടിച്ചെല്ലിരിക്കുമ്പോൾ അന്ന് ആര് വന്നത്? ആമിയേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഈ മുറ്റത്തി ഇങ്ങനെ ആറിയിട്ടാൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ മഴക്കാലമായാലും നമുക്ക് പിന്നെ വേറെ എവിടെ ആറിടാൻ സ്ഥലം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മഴ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് മാറ്റിക്കൊണ്ട് നിൽക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം ഉള്ളിൽ തന്നെ എടുത്തിട്ടു. വെയിൽ വരുമ്പോൾ പുറത്തിടും. മഴയായതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളിലെടുത്തിട്ടത്. ആമീച്ച് ഇപ്പോൾ നേരെ കിച്ചുവേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഫുള്ള് പിന്നെ വെള്ളം കയറിയിട്ടില്ലതാ. മുറ്റത്തെല്ലാം നല്ലോണം വെള്ളമുണ്ട്. കല്ലിട്ടുകൊണ്ട് പ്രശ്നമില്ല, കല്ലിൻ്റെ മുകളിൽ നിന്ന് ചവിട്ടി പോവാം. ഇത് കഴിച്ചിട്ടില്ല അവരാരെല്ലാം ഉണ്ട്? മത്തീൻ്റെ ഇണറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അമ്മ പണ്ട് ഈ വാഴയിലാക്കി തരും, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട്. അത് രണ്ടും മാത്രമേ വേണ്ടൂ. നല്ല ടേസ്റ്റാണത്. ആ വാഴയിലയുടെ മണവും ഈ ഒരു മത്തീരെ ഇണറിൻ്റെ മണവും നല്ല ടേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും, കുറച്ചേ വേണ്ടു. അധികം മഞ്ഞൾപ്പൊടിയും വേണമെന്നില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് മുളക് പൊടി ഇട്ടിട്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഉച്ചക്ക് ഞാൻ പിന്നെ 2 മാത്രം ആയതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോഴേക്കും 6:30 ആയിട്ടുണ്ടായിനി. വൈകുന്നേരം അച്ചച്ചനാണ് വിളക്ക് വെക്കുന്നത്. വൈകുന്നേരം അധികം അച്ചച്ചൻ തന്നെ വിളക്ക് വെക്കൽ. രാവിലെ 6:30ക്കും വൈകുന്നേരം 6:30ക്കും ഈ 2 നേരവും വീട്ടിൽ വിളക്ക് വെക്കും. നമ്മളെ വീട്ടിൽ നിന്നല്ല, ഇപ്പം അപ്പുറം വില്ലച്ചൻ്റെ വീട്ടിലായാലും അതെ, കിച്ചോട്ടൻ്റെ വീട്ടിലായാലും അതെ. ഇവിടെ എല്ലായിടത്തും അങ്ങനെ വിളക്ക് വെക്കും, എല്ലാ വീട്ടിലും. അതുപോലെ തന്നെ ഈ കുന്തിരിക്കും കറുപ്പൂരും ഇതും കത്തിച്ച് വെക്കും. അങ്ങനെ വിളക്ക് വെക്കുന്ന നോക്കി നിൽക്കുമ്പോഴാണ് നല്ല മണം വരുന്നത്. നമ്മളെ മത്തീൻ്റെ ഇണറിൻ്റെ ആ ഒരു വാഴയിലേര മണവും ഇണറിൻ്റെ മണവും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. എനക്കും കുഞ്ഞാവക്കും അമ്മക്കും, നമ്മൾ 3 മാത്രമേ ഇത് കഴിക്കുള്ളൂ. ഇത് കാണുന്ന ചിലവർ വിചാരിക്കും അയ്യോ ഇതിലൊന്നും പിടിച്ചിട്ടല്ലോ എന്ന് വിചാരിക്കും. ഇതിങ്ങനെയാണ് ടേസ്റ്റ്. ചില സാധനങ്ങൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വെക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. മഞ്ഞൾപ്പൊടിയും വേണമെന്നില്ല, മഞ്ഞൾപ്പൊടിയിൽ അധികം പറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഉപ്പ് മാത്രം മതി, അതാണ് ടേസ്റ്റ്. ഉപ്പ് കാണാം, ഉപ്പില്ലെങ്കിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ എന്താക്കിയാലും അമ്മയ്ക്കില്ല പണിയെന്ന് പറയലാണ് ഈ വീതം വെച്ച് കയറില്ല 2 ആക്കും. ഒന്ന് കുറച്ചുള്ളിൽ പോയാൽ പറയും കുഞ്ഞാക്കധികം, എനക്ക് കുറച്ചൊന്നും അധികം വന്നാൽ പറയും ഏച്ചിക്കധികം. ഇതെല്ലാ വീട്ടിലില്ലെന്നല്ലേ. പണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ലേസെല്ലാം മേടിച്ചാലേ ഫസ്റ്റ് ലേസ് ഞാനാന്ന് മേടിക്കുന്നത് കുലുക്കി നോക്കും, ഏതിലാന്ന് അധികം കുലുങ്ങി നോക്കിയിട്ട് അധികം കുലുങ്ങുന്നത് ഞാനെടുക്കും, കുറച്ച് കുലുങ്ങുന്ന ഓൾക്ക് കൊടുക്കും. ഓളും അങ്ങനെ കുലുക്കി നോക്കും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം എല്ലാ വീട്ടിലുണ്ടായ സംഭവങ്ങൾ തന്നെ തോന്നുന്നു. നമ്മളടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടാ 2 ആക്കും വീതം വെച്ച് കയറൽ. അതിനിടയിൽ ഞാൻ പോയിട്ട് കുളിച്ചു. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ട് ഒട്ടും. ഫോണിൽ പെട്ടെന്ന് ചാർജ് തീരും. ഐഫോൺ ആയതുകൊണ്ട് വേഗം ചാർജ് തീരുന്നു. ഞാനങ്ങനെ കുളിച്ചിട്ട് കുറച്ച് നേരം അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ TV കണ്ടിരുന്നു. അച്ഛൻ ഈ ഒരു സമയത്ത് സീരിയൽ കാണും, ദൈവത്തിൻ്റെ. അധികം എല്ലാ ദിവസവും കാണും. ഞാനങ്ങനെ കാണുന്നില്ല കേട്ടോ. ഞാൻ ആകെ കണ്ട സീരിയൽ തന്നെ പണ്ട് മഞ്ഞുരുകും കാലം. മഞ്ഞുരുകും കാലത്തിന് അഡിക്റ്റ് ആണെന്നുണ്ടായത്. വേറെ ഒരു സീരിയലിനും ഞാനങ്ങനെ അഡിക്റ്റ് ആയിട്ടുണ്ടായിട്ട. അമ്മമ്മക്ക് പറഞ്ഞാൽ വീട് ദിവസം അടിക്കണം, എല്ലാ വീടും രാവിലെയും വൈകുന്നേരം അടിക്കണം. അതല്ല, രാവിലെയും വൈകുന്നേരം രാത്രിക്കും അടിക്കും വീട്ടിൽ. പുറത്തല്ല, അകത്ത്. പുറത്ത് രാവിലെയും വൈകുന്നേരം മാത്രം. ദിവസം തുടക്കണം, ദിവസം. അതെ, വീട്ടിൽ ചളിയാവുന്നുണ്ടെങ്കിൽ പിന്നെയും ഇതൊരു ചളിയൊന്നും ആവുന്നില്ല. പക്ഷേ അമ്മമ്മക്ക് ദിവസം തുടച്ചുകൊണ്ടിരിക്കണം വീടിൻ്റെ ഉള്ളിൽ. എത്ര തുടച്ചാലും ശരിയാവില്ല, വീണ്ടും തുടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചളിയൊന്നും ആവുന്നില്ല വീട്ടിൻ്റെ ഉള്ളിലേക്ക്. ആകെ നമ്മ മാത്രമേ ഇല്ല, നമ്മ പുറത്താകുമ്പോൾ ചെരുപ്പിടും. അങ്ങനെ ചളിയൊന്നും ആവുന്നില്ല. പക്ഷെ അമ്മമ്മക്ക് തുടച്ചുകൊണ്ടിരിക്കണം. ഞാൻ വിചാരിക്കും എന്തിനിപ്പോൾ ദിവസം തുടക്കുന്നത്, അടിക്കണം നമ്മൾ. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും നമ്മൾ അടിക്കും വീടിനുള്ളിൽ. പുറത്ത് രാവിലെയും വൈകുന്നേരം മാത്രമേ അടിക്കുള്ളൂ. പക്ഷെ അമ്മമ്മ അടിക്കുന്നത് പോരാണ്ട് തുടക്കുകയും ചെയ്യും ദിവസവും. അച്ചച്ചന് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേത്തെ വ്ളോഗിൽ ഞാൻ ഇട്ടാണ്ടിട്ട് അച്ചച്ചന് വേണ്ടിയിട്ട് ബുക്ക് കാണിക്കുന്നതാണ്.
അച്ഛന് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ബുക്ക് കിട്ടിയാലും അത്രയും സന്തോഷമാണ്. വീട്ടിൽ വായിക്കുന്ന രണ്ട് ആൾക്കാരാണ് അമ്മയും അച്ഛനും. കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ കിച്ചുവേട്ടനും ആമേച്ചിയും വന്നു. കിച്ചുവേട്ടനോ ഇവരോട് വർത്താനം പറഞ്ഞാലുണ്ടല്ലേ സമയം പോകുന്നത് അറിയേയില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ വർത്താനം പറഞ്ഞ് കിടക്കാൻ 2 മണിയായിനി. കിച്ചോട്ടനോട് അങ്ങനെ കിച്ചോട്ടൻ വീട്ടിലേക്ക് വന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. കുഞ്ഞാവ് എന്നെയും കിച്ചോട്ടനെയും പറയുന്ന രണ്ട് കാര്യമാണ്. നമ്മൾ വർത്താനം പറഞ്ഞാൽ ഞാൻ സ്പീഡിൽ വർത്താനം പറയും, കിച്ചോട്ടൻ അങ്ങനെ സ്പീഡിൽ വർത്താനം പറയും. കുഞ്ഞാവ് എൻ്റെ അപ്പം പറയും നിങ്ങൾക്ക് നിർത്തി പറഞ്ഞൂടെ. നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. കിച്ചോട്ടൻ അങ്ങനെ ഭയങ്കര സ്പീഡാണ് വർത്താനം പറയുമ്പോൾ. എനക്കൊന്നും എന്നെക്കാളും സ്പീഡുണ്ട് തോന്നുന്നു കിച്ചോട്ടൻ പറയുന്ന ഒന്നും തിരിയില്ല. അതിനിടയിൽ ഞാൻ ചോറ് വെച്ചു. എനക്കറിയാം ഇവരോട് വർത്താനം പറഞ്ഞിരുന്നാൽ ഞാൻ എന്തായാലും ഇന്ന് ചോറ് കഴിക്കലുണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഇവരോട് വർത്താനം പറഞ്ഞ് നടക്കണേ ഞാൻ ചോറ് കഴിച്ചു. വർത്താനം പറഞ്ഞ് ലാസ്റ്റ് 2 മണിയായിരുന്നു. നമ്മൾ 4 ആൾ മാത്രം പുറത്ത്. അങ്ങനെ 2 മണി കഴിഞ്ഞു. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.